വേരിയസ് LGSലേക്ക് എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. പറഞ്ഞ പോലെ തന്നെ നമുക്ക് സിലബസ് പ്രകാരം 4ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. 5 മാർക്സിനാണ്. വേരിയസ് LGS, യൂണിവേഴ്സിറ്റി LGS തുടങ്ങിയ എക്സാംസിന്റെ മെയിൻ സിലബസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് മെയിൻസിന് വേണ്ടിയുള്ള സിലബസ് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് കുറച്ച് ടൈമുണ്ട്. നമ്മൾ അടുത്ത എക്സാമിലേക്ക് എത്തിക്കാൻ നമുക്ക് അത്യാവശ്യം സമയമുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ്, നമുക്ക് ആദ്യമൊക്കെ ഡെയിലി 50 ക്വസ്റ്റ്യൻസ് വെച്ച് പോവാം. അപ്പൊ ഈ 50 ക്വസ്റ്റ്യൻസും നിങ്ങൾ ഡെയിലി എഴുതിയെടുത്ത് പഠിക്കുക, നോട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. അതല്ല, ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ കേട്ട് പഠിക്കുകയാണെങ്കിൽ കേട്ട് പഠിച്ചതിന് ശേഷം അന്നേ ദിവസം തന്നെ നിങ്ങൾ റിവിഷൻ കൂടി നടത്തിയിട്ട് മാത്രമേ നിങ്ങൾ ആ ബുക്ക് അടച്ചു വെക്കാവൂ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യം നിർത്തി വെക്കാവൂ. കാരണം നമുക്ക് ഡെയിലി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോകും. അതിന്റെ റിവിഷൻസ് വേണം. അതുകൊണ്ട് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. റിവൈസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾ വിട്ടുപോകരുത്. PSCയിൽ ആദ്യമൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ആദ്യം നിങ്ങൾക്ക് വിചാരിക്കും പഠിച്ചു കഴിഞ്ഞു എന്ന്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റൂ. കാരണം ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഒരുപോലെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അപ്പോഴ് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. അറിയാന്നുള്ള ക്വസ്റ്റ്യൻസ് പോലും പലരും തെറ്റിക്കുന്ന അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും അബദ്ധം കാണിക്കരുത്. പഠിക്കുന്ന കാര്യങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ 5 ദിവസം ആകുമ്പോഴെങ്കിലും റിവൈസ് ചെയ്യണം. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഈ വേരിയസ് LGSകാരെ സംബന്ധിച്ച് ഡിഗ്രിക്കാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു എക്സാം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു ശതമാനം ആളുകൾ PSCന്ന് മാറിപ്പോവും. എഴുതാൻ പറ്റുന്നില്ലല്ലോ അവർക്ക്, അപ്പൊ അവര് എഴുതുന്നില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ഒരു ചാൻസ് ആണ്. പിന്നെ ഇംഗ്ലീഷില്ല, മലയാളമില്ല. അതുകൊണ്ട് തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക. നമുക്ക് ഇനി വരുന്ന LGS എന്തായാലും ക്രാക്ക് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം.